السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. ഏറെ ആദരണീയനായ കോഴിക്കോട് വലിയ ഖാദി, ബഹുമാന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ബഹുമാന്യരായ ഉമറാക്കളെ, എന്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യസന്ധരും കർമ്മധീരരുമായ ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം അറിയുന്നവരാണ് നാമൊക്കെ. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഭിന്നമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് സവിശേഷമായ ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാമെല്ലാമായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആദരണീയരും അനുകരണീയരുമായ, നമുക്ക് അക്ഷരാർത്ഥത്തിൽ പിൻപറ്റാൻ കഴിയുന്ന മാതൃകായോഗ്യരായ സ്വഹാബത്താണ് നമ്മുടെ നാട്ടിൽ ദീൻ കൈമാറി തന്നത് എന്നതാണ് ആ പ്രത്യേകത. ഈ പ്രത്യേകത തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്കില്ല, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കില്ല. അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി കേരളത്തിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണ്. അന്ന് സ്വഹാബത്ത് സംവിധാനിച്ച് പഠിപ്പിച്ച് കൈമാറിത്തന്ന ഈ സംശുദ്ധമായ ആദർശം നീണ്ട 13 നൂറ്റാണ്ടുകാലം ഒരു പോർലുമേൽക്കാതെ അതിന്റെ വെണ്മയോടെ വിശുദ്ധിയോടെ ആദർശരംഗത്ത് അടിസ്ഥാനപരമായ ഒരു ഭിന്നതയുമില്ലാതെ നമ്മുടെ പൂർവികർ കൈമാറി 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 പോന്നു എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതിന് വിരുദ്ധമായ ഒരു ചരിത്രം നീണ്ട 13 നൂറ്റാണ്ടുകാലത്തെ കേരളീയ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ആദർശരംഗത്ത് അടിസ്ഥാനപരമായ ഒരു ഭിന്നതയുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വിഭാഗത്തിനും സാധ്യമല്ല. അത് നല്ലൊരു കാലഘട്ടം, ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും സംഭാവന ചെയ്ത കാലഘട്ടം, ഒരുപാട് ഇസ്ലാമിക നവോത്ഥാന നായകന്മാരെ ഇസ്ലാമിക സമൂഹത്തിന് സമർപ്പിച്ച കാലഘട്ടം, നിരവധി അനവധി ഗ്രന്ഥകാരന്മാരെയും പണ്ഡിതന്മാരെയും മുസ്ലിം സമൂഹത്തിന് സമർപ്പിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാത്മാക്കളിൽപ്പെട്ടവരാണ് സയ്യിദ് ഖുത്ബുസ്സമാൻ, മമ്പുറം അലവി തങ്ങളവറുകൾ, ഉമറുൽ ഖാദി ഉൾപ്പെടെയുള്ള പിന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മഖ്ദൂമിങ്ങൾ വരെയുള്ള, അതിന്റെ പിന്നിൽ ചരിത്രമറിയപ്പെടാത്ത മഹാത്മാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പണ്ഡിത നിര. അവർ കൈമാറിപ്പോന്ന ആ വിശുദ്ധമായ ആദർശത്തിൽ ഭേദഗതിവാദം ഉന്നയിച്ചുകൊണ്ട്, നിങ്ങൾ 13 നൂറ്റാണ്ടുകാലം കൈമാറിപ്പോന്ന ആദർശം ശരിയല്ല, അതിൽ ഭേദഗതി ആവശ്യമാണ്, അതിൽ ചിലത് അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ടെന്ന പുതിയ വാദവുമായി, നവീനവാദവുമായി 1921 ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവിക തലമുറ കേരള മുസ്ലിം ഐക്യസംഘം എന്ന സംഘത്തിന്റെ പേരിൽ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ, അന്ന് സംഘടനകളില്ലാത്ത കാലഘട്ടമാണ്. ഒരൊറ്റ മുസ്ലിം സംഘടന കേരളത്തിലില്ല. ഈ മുസ്ലിം മഹല്ല് ജമാഅത്തുകളുണ്ട്, അവിടെ മുത്തവല്ലിമാരുണ്ട്, കാരണവന്മാരുണ്ട്, ഖാദിമാരുണ്ട്, അത്രമാത്രം. ആ ഒരു ഘട്ടത്തിൽ ഇവർ കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് സംയുക്തമായ പ്രചാരണം നടത്തിയപ്പോൾ ആ പ്രചാരണത്തിന് അനുരണനങ്ങളുണ്ടായി. എന്ത് ശരി,
നിഷ്കളങ്കരായ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പുതിയ ആശയം സമൂഹത്തിൽ സമർപ്പിച്ചപ്പോൾ ചിലരൊക്കെ അതിൽ വഞ്ചിക്കപ്പെട്ടു. ആദരണീയനായ ഹൈദർ ഫൈസ് പനങ്ങാങ്കര സൂചിപ്പിച്ചതുപോലെ അവർ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്രയും കാലം ഈ തൗഹീദിന്റെ വചനത്തിന് നമ്മൾ പഠിച്ചു വച്ച അർത്ഥത്തിന് കാതലായ മാറ്റം ആവശ്യമാണ്. ഇടക്കാലത്ത് നമുക്ക് ആശയത്തിൽ വ്യതിയാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ചിന്തയിലേക്ക് കടന്നു പോകണമെന്ന ഒരു പുതിയ ആശയം കേരളീയ മുസ്ലിം സമൂഹത്തിൽ സമർപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകമെന്ന് തോന്നിപ്പിക്കുന്ന കൃത്യമായി ഇവരുടെ ലക്ഷ്യം അല്ലാഹു മറഞ്ഞ വഴിക്കാണ് ഉപകാരം ചെയ്യുന്നത്, അല്ലാഹു മറഞ്ഞ വഴിക്കാണ് ഉപദ്രവം വരുത്തി വെക്കുന്നത്, അല്ലാഹു മറഞ്ഞ വഴിക്കാണ് ഇടപെടുന്നത്. ഇങ്ങനെ മറഞ്ഞ വഴിക്ക് ഇടപെടാനും കൈകാര്യം ചെയ്യാനും ഉപകാരം ചെയ്യാനും ഉപദ്രവം വരുത്താനും കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയില്ല എന്ന അർത്ഥം ഇതിൽ കൽപ്പിച്ചാൽ എന്താണ് കുഴപ്പം? കുഴപ്പം മാത്രമല്ല, അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നീണ്ട 13 നൂറ്റാണ്ടുകാലത്തെ കേരളീയ ഇസ്ലാമിക സമൂഹം മാത്രമല്ല, ലോക മുസ്ലിം സമൂഹം പഠിപ്പിച്ച് കൈമാറിത്തന്ന ഒരു വിശുദ്ധമായ ആദർശമുണ്ട്. അത് വിശുദ്ധാത്മാക്കളായ മഹാന്മാരിൽ നിന്ന് പ്രതിസന്ധി ഘട്ടങ്ങൾ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസം. അത് മറഞ്ഞ വഴിക്കാണ് കിട്ടുന്നത്. നിങ്ങൾ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുമായി ആത്മബന്ധമുണ്ടെങ്കിൽ, തങ്ങൾ ഖബർ ഇടയ്ക്കിടെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിലാണെങ്കിൽ, തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ, തങ്ങളുടെ പേരിൽ ഇടയ്ക്കിടെ നിങ്ങൾ സൂറത്തോതി ഹദിയ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ, തങ്ങളുമായി ഒരു വൈകാരിക ബന്ധമുണ്ടെങ്കിൽ, ആത്മീയ ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നിങ്ങൾ തങ്ങളോട് സഹായം ചോദിക്കണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കുരുക്കുകളഴിക്കാൻ തങ്ങൾ ആത്മീയ ലോകത്ത് ഇടപെടും. ഇത് ഇസ്ലാമിക ലോകത്തെ ഒരു സംവിധാനമാണ്. ഇസ്ലാമിക ലോകത്ത് ധാരാളം അനുഭവങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്തിന്റെ ചരിത്രവും സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രവും പ്രകടമായി നമുക്ക് ബോധ്യപ്പെടുത്തരുന്ന ഒരു വസ്തുതയാണ്. മഹാത്മാക്കൾ ഭൗതിക ലോകത്ത് ഇടപെടും. ഈ ഇടപെടുന്നതിനെ നിരാകരിക്കാൻ വേണ്ടി, അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഈ മഹാത്മാക്കൾ മറഞ്ഞ വഴിക്കാണല്ലോ സത്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, അത് ശിർക്കാണെന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുതിയ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും വരുത്തി വെക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന പുതിയ അർത്ഥകൽപ്പന നടത്തിയത്. എന്ന് വെച്ചാൽ മഹാത്മാക്കൾക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിന്റെ വചനത്തിനെതിരായി ശിർക്കായി അവർ മുശ്രിക്കുകളായി എന്ന് പച്ചയായി മുദ്രകുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ആശയഗതിയുമായി 921 കേരളത്തിലെ ആദ്യകാല മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത്. പ്രിയപ്പെട്ടവരെ, ബക്കറ്റ് പിരിവ് നമ്മുടെ പരിപാടിയിൽ നടത്തുന്നുണ്ട്. ബഹുമാന്യനായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഓക്കേൻകുട്ടി ഉമരി സ്വകാര്യം നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് കാശിന് ചെലവുണ്ട്, പക്ഷെ ഉദ്ദേശിച്ച അത്ര സംഭാവന കിട്ടിയിട്ടില്ല. നമ്മുടെ സ്ഥിതി അങ്ങനെയാണ്. മറ്റൊരു സംഘടനയെ പോലും അല്ല നമ്മൾ. നമ്മുടെ സത്യസന്ധയുടെ പ്രകടമായ ഒരു ഉദാഹരണം കൂടിയാണത്. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ നമുക്ക് കമ്മി വന്നതിന്റെ പേരിൽ എവിടെയും പരാജയപ്പെടാറില്ല. അത് നമ്മളൊക്കെ സഹകരിച്ച് ആ കമ്മി നികത്തും. അതുകൊണ്ട് പ്രയാസപ്പെട്ട് ആരും കൊടുക്കേണ്ട. പക്ഷെ കാശുള്ള ആളുകൾ ഒരു 10, 50, 100, 200, 500 അങ്ങനെ കഴിയുന്ന വിധം നിങ്ങൾ ഏൽപ്പിച്ചാൽ ഇത് അള്ളാഹുവിന്റെ ദീനിനെ കേരളത്തിൽ നിലനിർത്തി അടുത്ത തലമുറയ്ക്ക് അതേപടി കൈമാറാനുള്ള ധർമ്മസമരം പോരാട്ടത്തിന്റെ മാർഗമാണ്. വലിയ പുണ്യമുള്ള കാര്യമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾക്കും അള്ളാഹുവിന് മാത്രം അറിയും. നല്ല നിയ്യത്ത് വെച്ച് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുറവും സംഘാടകർക്ക് അനുഭവപ്പെടാത്ത വിധം ഭംഗിയായി നമ്മുടെ പരിപാടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആശയം, വികലമായ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് അതിന് വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ പച്ചയായി വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ കാര്യകാരണസഹിതം
1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ സംഘത്തിന് രൂപകൽപ്പന നൽകി ആ മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവരുന്നയിച്ച വാദഗതികളുടെ മുനയൊടിച്ചുകൊണ്ട് സത്യസന്ധമായ വ്യാഖ്യാനവും വിശദീകരണവും കേരളീയ മുസ്ലിം സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. സത്യം പറഞ്ഞാൽ എന്താണ് ലാ ഇലാഹ എന്നതിനുള്ള അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അഖില പ്രവാചകന്മാരും മാറ്റമില്ലാതെ പഠിപ്പിച്ച ആദർശമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, നിങ്ങൾക്ക് മുമ്പ് എവിടെയൊക്കെ നാം ദൂതന്മാരെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ അവരൊക്കെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല എന്ന അടിസ്ഥാനപരമായ ആദർശമാണ്. ഫഅബ്ദൂൻ, ഇബാദത്ത് എനിക്ക് മാത്രം. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് വിശുദ്ധ ഖുർആന്റെ സകലമാന വ്യാഖ്യാന ഗ്രന്ഥങ്ങളും വസ്തുനിഷ്ഠമായി വിശദീകരിച്ചിട്ടുണ്ട്, സമഗ്രമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹു അല്ലാതെ പരമമായി വിനയവും താഴ്മയും കാണിക്കപ്പെടാൻ അർഹനായി മറ്റൊരു ശക്തിയുമില്ല, വ്യക്തിയുമില്ല, ഒരാളുമില്ല എന്ന സംശുദ്ധമായ ആശയമാണ് സകലമാന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്സീർ ബൈളാവി പരിശോധിച്ചാൽ, തഫ്സീർ റാസി പരിശോധിച്ചാൽ, തഫ്സീർ നസഫി പരിശോധിച്ചാൽ, സകലമാന തഫ്സീർ ഇബ്നു കസീർ സകലമാന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരമമായ വിനയവും താഴ്മയും കാണിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എന്തേ അങ്ങനെ പറയാൻ? പരമമായി എന്ത് കാര്യം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന ആത്യന്തികമായി അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്നർത്ഥം. എനിക്ക് സംസാരിക്കണമെങ്കിൽ അതൊരു നിസ്സാര വിഷയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആത്യന്തികമായൊരു വാക്കെനിക്ക് ഉച്ചരിക്കണമെങ്കിൽ അല്ലാഹുവിനല്ലാതെ, അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ കഴിയില്ല. അല്ലാഹു വിചാരിച്ചാലേ നടക്കൂ. ഒരു വലിയ സംവിധാനം നമുക്ക് നടപ്പാക്കണമെങ്കിൽ, ഒരു ചെറിയ സംവിധാനം നടപ്പാക്കണമെങ്കിൽ, നമ്മൾ എന്ത് പ്രവർത്തിക്കണമെങ്കിലും എന്ത് കാണിക്കണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവേ നീ മാത്രം. എന്തുകൊണ്ട്? പരമമായത് കൈകാര്യം ചെയ്യാൻ നിനക്കേ സാധിക്കൂ. അല്ലാഹു വിചാരിച്ചത് നടക്കൂ. അതുകൊണ്ടാണല്ലോ ബാങ്കിന് വിളിക്കുമ്പോ ഹയ്യാലസ്വലാഹ്, നിസ്കാരത്തിനായി വരൂ എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ പറയുന്നത് വരാം, ലബ്ബൈക്ക് ലബ്ബൈക്ക്, മറുപടി പറയേണ്ടത് ലാ ഹൗല, പടച്ചവനെ വരാൻ കഴിയില്ല എന്നാണ്. വലാ ഖുവത, വരാൻ എനിക്ക് ശക്തിയില്ല എന്നാണ്. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അത്യുന്നതനും മഹാനുമായ അല്ലാഹ് നീ കഴിവ് തന്നല്ലാതെ എനിക്ക് പള്ളിക്ക് വരാൻ കഴിയില്ല. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ നീ കഴിവ് തരണം. ഇവിടെ ഭൗതിക കാര്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യം, മറഞ്ഞ കാര്യം, തെളിഞ്ഞ കാര്യം, ഈ വ്യത്യാസമൊന്നുമില്ല. ഏത് കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി അല്ലേ. അതുകൊണ്ട് ആ പരമമായ താഴ്മ ആരുടെ മുമ്പിലും കാണിക്കപ്പെടാൻ അർഹനല്ല. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നു, നമ്മളൊക്കെ നല്ല ആദരവും താഴ്മയും കാണിച്ചു. പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹനാണ് തങ്ങളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തേ പ്രശ്നം? തങ്ങൾക്ക് അന്തിമമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പടച്ച റബ്ബ് വിചാരിച്ചതിനപ്പുറം ആ മഹാത്മാക്കൾക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു ആദരവ് പ്രകാരം ചില കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കും, അവർ വിചാരിച്ച കാര്യം എന്നല്ലാതെ. അല്ലാഹ് വേണ്ടെന്ന് വച്ചൊരു കാര്യം അത് നടപ്പാക്കാൻ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഫൈനൽ അവിടെ അള്ളാന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആരുടെ മുന്നിൽ ആദരവ് കാണിച്ചാലും, ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ ഖബറിൽ ചെന്നാൽ നമ്മൾ വലിയ ആദരവ് കാണിക്കും, ബഹുമാനം കാണിക്കും. എന്നല്ല നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിന്റെ മുന്നിൽ ചെന്നാൽ തങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന സലാം തന്നെ കേൾക്കും, അടക്കുമെന്ന് സ്വഹീഹ ഹദീസ് പറയുമ്പോൾ തങ്ങളെ നേരിട്ട് മുന്നിൽ ചെന്നുകൊണ്ട് തങ്ങൾക്ക് ഭവ്യതയോടുകൂടി സലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതാ തങ്ങളെന്നെ നേർക്കുനേരെ കാണുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കണ്ണീരണിയും, നമ്മൾ വികാര തരളിതരാകും, വലിയ താഴ്മ കാണിക്കും, ബഹുമാനം കാണിക്കും. പക്ഷെ അപ്പോഴും അങ്ങേയറ്റത്തെ താഴ്മ അള്ളാഹുവിന് മാത്രം. ഇതാ നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ട്? എന്റെ നബി അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടല്ലാതെ, അള്ളാഹു കഴിവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടല്ലാതെ എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ലോകത്ത് സൃഷ്ടിക്കും അള്ളാഹുവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം. ഇതാണ് തൗഹീദിന്റെ വചനത്തിന്റെ ആശയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവേ നീ മാത്രം. കാരണം പരമമായി ഉപകാരം ചെയ്യാനും പരമമായ ഒരു ഉപദ്രവം ഉണ്ടാക്കി തീർക്കാനും ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും ശരി, അത് പടച്ച റബ്ബിനെ ആശ്രയിച്ചുകൊണ്ടല്ല, റബ്ബിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ സർവതന്ത്ര സ്വതന്ത്രരായ ആർക്കും ഒരു വിരലനക്കാൻ പോലും സാധിക്കില്ല. അതല്ല നിസ്കാരം കേട്ടു എന്ന് പറയുന്നത്. അല്ലാഹുവേ നീ നൽകണമെന്ന് വിചാരിച്ച കാര്യമോ ലോകം മുഴുവൻ വിചാരിച്ചാലും തടയാൻ സാധിക്കില്ല. പരമമായ കഴിവ് അല്ലാന്റെ കയ്യിലാണ്. വലാ മുഴത്തിയലുമാ മനാത്ത പടച്ചറപ്പെ നീ കൊടുക്കണ്ടെന്ന് വിചാരിച്ച കാര്യത്തെ നേടിക്കൊടുക്കാൻ ഈ ലോകം മുഴുവൻ വിചാരിച്ചാലും സാധിക്കില്ല. ഈ സംശുദ്ധമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ പരമമായ താഴ്മക്കർഹന് ഒരാളുമില്ല, ഒരു ശക്തിയില്ല. ബിയദിഹിൽ ഖൈർ, സകലമായ നന്മകളുടെയും നിയന്ത്രണം റബ്ബിന്റെ കയ്യിൽ മാത്രമാണ്. യുഹീ, ജീവിപ്പിക്കുന്നവനാണ്. വയുമീത്ത്, മരിപ്പിക്കുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിലും കഴിവുള്ളവൻ അല്ലാഹു മാത്രം. നമ്മളൊക്കെ സൃഷ്ടികൾ മാത്രം. നമുക്കൊന്നും വിചാരിച്ച് നടപ്പാക്കാൻ കഴിയില്ല. ഇല്ലാ ബിഇദ്നിഹി തആല, പടച്ച റബ്ബിന്റെ അനുമതി പ്രകാരമല്ലാതെ, കഴിവ് തന്നാലല്ലാതെ എന്ന ഈ സംശുദ്ധമായ കറകളഞ്ഞ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് അഖില ലോക പ്രവാചകന്മാരും ക്ഷണിച്ചത്. അത് സിമ്പിളാണ് ആശയം. ഫൈനൽ അല്ലാഹ്, എല്ലാത്തിലെയും അധികാരം അല്ലാഹ്. ഈ ദൂതന്മാര് മുഴുവൻ വന്നിട്ട് ജനങ്ങളോട് പഠിപ്പിക്കാൻ അനിഅബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, പരമമായ താഴ്മക്ക് അർഹൻ അല്ലാഹു മാത്രമാണ് മക്കളെ. അല്ലാഹു അല്ല നിങ്ങൾക്ക് പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ ഒരാളുമില്ല. എന്ന് പരമമായി ഒന്നും ചെയ്തു തരാൻ ഒരാൾക്കും, ഒരു സൃഷ്ടിക്കും, ഒരു ദൈവത്തിനും, ഒരാൾക്കും, ഒരു മലക്കിനും, ഒരു ജിന്നിനും ഒരാൾക്കും സാധ്യമല്ല. റബ്ബിന്റെ കയ്യിലാണ് കണ്ടത് ഈ സംശുദ്ധമായ ആദർശം. ഈ ആദർശം അംഗീകരിക്കുന്ന നമ്മൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് നന്മകൾ വരുത്തിവെക്കുമെന്നത് പോലെ തന്നെ മരണാനന്തരവും നമുക്ക് മഹാത്മാക്കൾ നന്മകൾ വരുത്തിവെക്കുമെന്നൊരു സിമ്പിളായ കാര്യമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ച ആദർശ. അത് ഇതിനെതിരല്ല. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയും. എങ്ങനെ സ്വതന്ത്രമായി കഴിയോ? ഇല്ല. അള്ളാഹുവിന്റെ താല്പര്യപ്രകാരം. ഇതുപോലെ മഹാത്മാക്കളും മരണാനന്തരം നമ്മൾ സഹായിക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെ? സ്വതന്ത്രമായല്ല, അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട്. എന്നൊരു പ്രശ്നമല്ല. അതാണ് സത്യസന്ധമായ തൗഹീദിന്റെ വചനത്തിന്റെ ആശയം. മരണാനന്തര മഹാത്മാക്കൾ സഹായിക്കുമെന്നോ, മരണാനന്തര മഹാത്മാക്കൾ ഇടപെടുമെന്നോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കട്ടെ, മരണാനന്തരം മഹാത്മാക്കൾ ഇടപെടും, സഹായിക്കും, കൈകാര്യം ചെയ്യുമെന്നതിന് ചില ഉദാഹരണങ്ങൾ വന്യരായ ഫൈസി നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ അറിയുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആ പ്രസിദ്ധമായ ഹദീസിന്റെ മുന്നോടിയായി ഒരൊറ്റ വിശുദ്ധ ഖുർആൻ സൂക്തം. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്ത് യാസീനിൽ പറയുന്നത്. എന്താ സൂറത്ത് യാസീൻ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ശത്രുക്കളാൽ കശാപ്പ് ചെയ്യപ്പെട്ട ഒരു പാവം രക്തസാക്ഷിയാണ് ഹബീബുൻ നജ്ജാർ. അള്ളാന്റെ ദീനുമായി മുന്നോട്ട് വരുന്നതിൽ അറുകൊല ചെയ്യപ്പെട്ടു. അദ്ദേഹം കശാപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഉടനെ ഖുർആൻ പറയാം, ഖീല ദുഖുലുൽ ജന്നഹ് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അദ്ദേഹത്തോട് പറയപ്പെട്ടു, നീ പുതിയ ജീവിതത്തിൽ സ്വർഗ്ഗ സമാധാനായി. ഈ ഘട്ടത്തിൽ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു. അവിടെ ടെൻഷനും പ്രശ്നമല്ല. മൂപ്പർക്ക് ഇവിടത്തെ കുറിച്ചുള്ള ചിന്തയെ ഖുർആനാ പറയണത്. അവർ ഈ ലോകവുമായി ലൈവ് ബന്ധം സ്ഥാപിക്കുക. അദ്ദേഹം പറയാം, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനങ്ങളെ തിരിച്ചറിഞ്ഞതെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുത്തി ഇതെന്റെ നാട്ടുകാരെ അറിഞ്ഞിരുന്നെങ്കിൽ. ഈ നാട്ടിനെ കുറിച്ച് ചിന്തയാണ് മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവരവിടെ വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ഹദീസുകളാണ് ഇടപെടുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും ഉൾപ്പെടെയുള്ള ഹദീസുകളിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട സംഭവം വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഒന്നാം ആകാശത്തെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ വാതിലിന്റെ അപ്പുറത്ത് മറുപടി ചോദ്യം, മൻ അൻത, ആരാണ് നീ? ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വമമ്മാക്ക്, ആരാണ് കൂടെ എന്ന് ചോദിച്ചു. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയാണെന്നു. ഓ ഉർസില ഇലൈഹി, മൂപ്പര് പ്രവാചകനായി ചോദിച്ചു. ആ പ്രവാചകനായി എന്ന്. കവാടം തുറക്കപ്പെട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നബിയുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അവിടെ നിൽക്കുന്നുണ്ട്. ഫറഹബ ബി, റസൂലുള്ളാഹ് പറയുകയാണ്, ആദം നബി എന്നെ സ്വാഗതം ചെയ്തു. വദഅനി ബിഖൈർ, എനിക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു.
എന്നോ മരണപ്പെട്ടു പോയ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക തിരുമേനിയുടെ പുരോഗതിക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, അഭൗതിക ലോകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, മരണാനന്തരം പ്രാർത്ഥിക്കുന്നു. രണ്ടാം ആകാശത്തേക്ക് ഞാൻ ചെല്ലുന്നു, വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു, വാതിൽ തുറക്കുന്നു. അവിടെ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും റഹബാബി എന്ന സ്വാഗതം ചെയ്യുന്നു. വദഅവാലി ബിഖൈർ, എനിക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സംഭവിച്ചത്. മൂന്നാം ആകാശത്തിൽ യൂസുഫ് നബി ഇസ്ലാം ഇത് തന്നെ ചെയ്യുന്നു. 7 ആകാശങ്ങളിലും അവിടെ നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. ഇത് അനിഷേധ്യമായ പരമാർത്ഥമാണ്, ഒരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാനാകാത്ത പച്ചപരമാർത്ഥം. മഹാത്മാക്കളായ ആളുകൾ ഈ ജീവിതകാലത്ത് മാത്രമല്ല മരണാനന്തരവും അവർ ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുവെന്ന് മാത്രമല്ല, ഭൗതിക ലോകത്ത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി പലവിധ ഉപകാരങ്ങളും മദതുകളും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ചരിത്രങ്ങളിലും തെളിവുകളിലും പ്രകടമായി കാണാൻ കഴിയുന്ന ധാരാളം സംഭവങ്ങളാണ്. ഇത് നിരാകരിക്കാനാണ്, ഇതിനെ പേര് സുന്നികളെ മുശ്രിക്കാക്കാനാണ് കണ്ണും ചുമ്മി മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്ന അർത്ഥകൽപ്പന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ തരത്തിൽ ധാരാളം ചരിത്രങ്ങൾ പ്രകടമായി നിലനിൽക്കെ ഇത് വിശ്വസിക്കുന്ന സത്യസന്ധമായി ഉൾക്കൊള്ളുന്ന മുസ്ലിം ജനസമൂഹം, അതല്ല അതിന്റെ അർത്ഥം പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ അള്ളാഹു എന്നല്ല അതിന്റെ അർത്ഥം. മറഞ്ഞ കാര്യത്തിൽ മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥമെന്ന് അതിന്റെ അർത്ഥം പരിമിതപ്പെടുത്തി വെട്ടിച്ചുരുക്കി വികലമായ ആശയം ഈ തൗഹീദിന്റെ വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാരെ ഉറച്ചു നിന്നു. കാര്യകാരണസഹിതം ഇതിനെ വിശദീകരിച്ചുകൊണ്ടും സമൂഹത്തിൽ മുന്നോട്ട് പോയി. അതിന് പ്രതികരണമുണ്ടായി, ഫലമുണ്ടായി. കാരണം സമസ്തക്ക് ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. സമസ്ത പുതിയ ആശയം പറയാത്തത് കൊണ്ട്, അന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചുകൊണ്ട് സച്ചരിതരായ മുൻഗാമികൾ നൽകിയ വിശദീകരണം അതേപടി ആവർത്തിക്കുന്നതുകൊണ്ട് സമസ്തക്ക് ചരിത്രത്തിൽ ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. സമസ്ത ഉറച്ചു നിന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം, പരമമായ ഏത് അനുഗ്രഹങ്ങൾ വരുത്തിവെക്കാൻ റബ്ബിനെ സാധിക്കൂ എന്ന ആശയമാണ് ഇതിന്റെ ആശയമെന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ ഇവർ തൗഹീദിനെ അർത്ഥിച്ച അർത്ഥം വികലമായ ആശയമാണ്, അത് അംഗീകരിക്കപ്പെടാവുന്നല്ല, അത് അപകടകരമായ ആശയമാണ് എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അനുരണനങ്ങളുണ്ടായി. 90-ാം വാർഷികം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഘോഷിക്കാൻ പോകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇതേ പ്രശ്നത്തിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ഇതേ പ്രശ്നത്തിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ചിന്തിച്ചു തുടങ്ങി, ശരിയല്ലേ ആ പറയുന്നത്? നമ്മൾ പറയുന്ന അർത്ഥം എങ്ങനെ ശരിയാകും? ഇവിടെ മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. സമസ്തയുടെ പണ്ഡിതന്മാർ നിരന്തരം പ്രസംഗിച്ചപ്പോൾ, നിരന്തരം എഴുതിയപ്പോൾ, നിരന്തരം ബോധവൽക്കരണം നടത്തിയപ്പോൾ അക്കൂട്ടത്തിൽ ചിന്തിക്കുന്ന പിടിവാശിയില്ലാത്ത ഒരു പ്രമുഖ പണ്ഡിതന്മാരുടെ ഒരു നിര രംഗത്ത് വന്നു. ഈ പറയുന്നത് ശരിയല്ലേ? നമ്മൾ അങ്ങനെ മൗലവിമാർ പറഞ്ഞു എന്നുകൊണ്ട് അങ്ങനെ അംഗീകരിക്കണോ? അവർ തന്നെ സ്വയം ചോദിച്ചു, എന്താ ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഇവിടെ ഇടപെടുന്നില്ലേ? അള്ള മാത്രമേ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുന്നുള്ളൂ? ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുന്നില്ലേ? പിശാചുകൾ മറഞ്ഞ വഴിക്ക് ഉപദ്രവം വരുത്തി വെക്കുന്നില്ലേ? മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുന്നില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്ന ഒരു അർത്ഥമല്ല എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാർ തന്നെ അവരെ കൂട്ടത്തിലെ വയോധികനായ അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന അവരെ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ തന്നെ രംഗത്ത് വന്നു. നമ്മൾ ഈ പറയുന്ന ആശയത്തിൽ മാറ്റം വരുത്തണം. നമുക്ക് തൗഹീദിന്റെ ആശയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ അള്ളാഹു മാത്രമെന്ന അർത്ഥം ശരിയല്ല. ഇവിടെ മറഞ്ഞ വഴിക്ക് ജിന്നിന് ഉപകാരം ചെയ്യാൻ കഴിയും, മറഞ്ഞ വഴിക്ക് മലക്കിന് ഉപകാരം ചെയ്യാൻ കഴിയും, മറഞ്ഞ വഴിക്ക് പിശാചിന് ഉപദ്രവം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ആശയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഈ കഴിഞ്ഞ 6 വർഷക്കാലമായി നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച ആദർശത്തിൽ നമുക്ക് വൈകല്യം വന്നിട്ടുണ്ട്, മാറ്റം വരുത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മലക്കിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജിന്നിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിശാചിന് മറഞ്ഞ വഴിക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ വചനത്തിനെതിരല്ല, അത് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ആദർശമാണ്, നബിയുടെ സുന്നത്ത് അംഗീകരിക്കുന്ന ആദർശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ സമുന്നതരായ നേതാക്കന്മാർ, അവരുടെ യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ
അനസ് മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ഘട്ടത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ വിശദീകരണത്തെ തുടർന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ശരിവച്ചുകൊണ്ടും നിരന്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ 2012 വന്ന് സംഭവിച്ച അബദ്ധമായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഈ നിലയിലുള്ള ഒരു വിശദീകരണം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന യുവ പണ്ഡിതന്മാർ സജീവമായി രംഗത്ത് വന്നു. നിങ്ങൾക്ക് സാമ്പിളിന് അവരുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കേൾക്കാം. അവർ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് മറഞ്ഞ വഴിക്ക് തേടിയാൽ ഒരു ചുക്കും സംഭവിക്കില്ല, ശിർക്കാകുന്ന പ്രശ്നമില്ല, മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും ഇടപെടാൻ സാധിക്കുമെന്ന് പ്രകടമായി അബ്ദുൽ ജബ്ബാർ മൗലവിയെ ന്യായീകരിച്ചുകൊണ്ട് ആ പ്രസംഗിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കൂ. പണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മറുപടി വന്നതുപോലെ വിജയമായ വിശ്വസിച്ചു പറഞ്ഞു. ആരില്ല കാണുന്നതാണ് ഇവരുടെ മനസ്സിൽ ഈ ശബ്ദം കേൾക്കുന്ന മനസ്സിലുണ്ടാകുന്നത് അതൊക്കെ ഉണ്ടാകാം. നിങ്ങളുണ്ടാകാം ആ ഒരു കേൾക്കട്ടെ എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ തേടിയാൽ അതിൽ അഭൗതികതയില്ല, സൃഷ്ടിയില്ല. ഇതാരെഴുതിയതാ? ആരെഴുതിയതാ? എന്റെ വസല്ല എന്റെ ഇതാണ് തേടാമെന്നില്ല, തേടണമെന്നില്ല. സഹോദരങ്ങളെ, അനസ് മൗലവി എന്ന് പറയുന്നത് മുജാഹിദിലെ ഔദ്യോഗിക ഗ്രൂപ്പിന്റെ സമുന്നതനായ നായകനാണ്, സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അയാൾ ഈ പറയുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് വിജനമായ പ്രദേശത്ത് ഒരാൾ അകപ്പെട്ടാൽ സഹായിക്കാൻ ആരുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അടിയാറുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ജിന്ന് സഹായിക്കും, ഒരു പക്ഷെ മലക്ക് സഹായിക്കും, ഒരു പക്ഷെ ശൈത്താൻ സഹായിക്കും. ഇങ്ങനെ അദൃശ്യമായ നിലയിൽ മറഞ്ഞ വഴിക്ക് ആരെങ്കിലും സഹായിക്കുമെന്ന് നനച്ചുകൊണ്ട് സഹായം തേടിയാൽ അത് ശിർക്ക് വരൂല എന്നാണ് നമ്മൾ പറയുന്നത്. തേടണം എന്ന് കൽപ്പിച്ചിട്ടില്ല, തേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ശിർക്കില്ല എന്ന ഉറച്ച നിലപാട് പച്ചയായി വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയി. ഈ ഘട്ടത്തിലുള്ള ആദരണീയരായ പണ്ഡിതന്മാർ ചോദിച്ചു, ശരി, മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമേ തൗഹീദിന്റെ വചനത്തിലപ്പോൾ നിങ്ങൾ അർത്ഥം മാറ്റം വരുത്തണ്ടേ? സത്യത്തിൽ ജിന്നുകൾക്ക് മറഞ്ഞ വഴിക്ക് കഴിയുമെന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്, പിശാചിന് കഴിയുമെന്നാണല്ലോ വിശ്വസിക്കുന്നത്, മലക്കുകൾ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ അള്ളാഹുവിന്റെ മഹാത്മാക്കൾ ഇവരെക്കാളൊക്കെ എത്രയോ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സുന്നി വിഭാഗത്തെ മുശ്രിക്കാക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം ഉത്തരമുട്ടിയപ്പോൾ അവർക്കിടയിൽ കടുത്ത പ്രതിസന്ധി വന്നു, പ്രശ്ന സങ്കീർണമായ ഘട്ടം വന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്താ ചെയ്തെന്നോ നിങ്ങൾ മനസ്സിലാക്കിക്കോ. സുന്നത്ത് ജമാഅത്ത് ഉയർത്തിപ്പിടിച്ച ആദർശം ഒരിഞ്ച് പോലും മാറ്റം വരുത്താതെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി അതേപടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം 6 കൊല്ലം ഇങ്ങനെ ന്യായീകരിച്ച് വിശദീകരിച്ച് പോയി. 6 കൊല്ലം കഴിഞ്ഞപ്പോ പാർട്ടിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ചോർന്നു പോകും. സുന്നികൾ അവരെന്നെ പ്രസംഗിക്കാൻ എഴുതാൻ തുടങ്ങി. സുന്നികൾ അമ്പി ഔലക്കന്മാരെ വിളിക്കാനാണ്, നമ്മൾ ചൈത്താന്മാരെയും പിശാചിനും ജിന്നുകളെയും വിളിക്കാതെ പറയണത്. എത്രത്തോളം വെച്ചാൽ അവരന്ന് പരിഹസിച്ചിരുന്നു നമ്മളെ. ബിസ്സുൽത്താൻ മുഹീദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്, മുഹീദ്ദീൻ ശൈഖിനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥാനത്ത് ഇവര് ബിശ്ശൈത്താൻ ചേക്കുട്ടി ഉൻസുർനാ യാ അല്ലാഹ്, ചേക്കുട്ടി പാപ്പാനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം ശിർക്കാവൂല, മുഹീദ്ദീൻ ശൈഖിനെ കൊണ്ട് സഹായിക്കണം ശിർക്കാവും. ഇത്തോതിൽ പറഞ്ഞാല് നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന് ആളുകൾ ഇങ്ങനെ ചോർന്നു പോകാൻ തുടങ്ങിയപ്പോ ഔദ്യോഗിക വിഭാഗം തിരുത്താൻ ശ്രമിക്കുക. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ തൗഹീദിൽ ഞങ്ങൾക്ക് കൂട്ടായ തെറ്റുപറ്റി, ആദർശ രംഗത്ത് തെറ്റുപറ്റി, ഞങ്ങൾ തൗഹീദിന്റെ ആശയം ഞങ്ങൾ പറഞ്ഞെടുത്ത് ഞങ്ങൾ കാതലായ അബദ്ധം സംഭവിച്ചു.
കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ ശിർക്കാണ് ചെയ്തത്. ഞങ്ങളെ മൗലവിമാർ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാലോകരെ മാപ്പ് മാപ്പ് മാപ്പ്. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ തൗഹീദ്, ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞ തൗഹീദ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു, പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രഭാഷകരുടെ മുൻനിരയിൽ നിൽക്കുന്ന അനസ് മൗലവി തന്നെ പച്ചയായി പശ്ചാത്താപം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഞങ്ങൾക്ക് തൗഹീദ് തെറ്റുപറ്റിയത് ക്ഷമിക്കണം, പൊറുക്കണം എന്ന ആൾക്കാരോട് മാപ്പ് ചോദിക്കുക. നോക്ക് നിങ്ങൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാക്ഷാൽ അനസ് മൗലവി ആ വിഭാഗത്തിന്റെ ഔദ്യോഗിക ലീഡർ പച്ചിൽ ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകരെ മാപ്പ് മാപ്പ് മാപ്പ്. ഇതെന്താ സംഭവം? തൗഹീദിൽ തെറ്റ് പറ്റിയിട്ട് ആൾക്കാരോട് മാപ്പ് ചോദിക്കേ, എന്നിട്ട് മുസ്ലിം ആകുമോ? ഒരു മനുഷ്യൻ ഏകദൈവ വിശ്വാസത്തിന് വ്യതിചലിച്ചാൽ കാഫിറായില്ല സുഹൃത്തുക്കളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ തെറിച്ചു പോയാൽ മുശ്രിക്കായില്ല സുഹൃത്തുക്കളെ. ഈ മുശ്രിക്കായ ഈ മനുഷ്യര് മുജാഹിദ് പ്രസ്ഥാനം മുഴുവനും കഴിഞ്ഞ വർഷങ്ങളോളം ഷിർക്കിലായിരുന്നു, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നു, ഞങ്ങൾ തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇവരത് പരിഹാരമായി പറയുന്നത് അങ്ങനെ പറഞ്ഞു പോയി, സംഭവിച്ചു, അതുകൊണ്ട് ക്ഷമിക്കണം മാലോകരെ, മാപ്പ് 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 എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് തൗഹീദ് തെറ്റുപറ്റിയാൽ, ഒരാൾ ഷിർക്കിലകപ്പെട്ടു പോയാൽ, ഒരാൾ കുഫറിലകപ്പെട്ടു പോയാൽ ആളുകളോട് മാപ്പ് ചോദിച്ചാൽ മുസ്ലിമാവോ? ഏത് കിതാബിലാണ് പറഞ്ഞത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈന്യമായ അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. ഒരാൾ ഷിർക്കിലകപ്പെട്ടു പോയാൽ, ഈ ഷിർക്ക് പ്രചരിപ്പിച്ചു പോയാൽ, ഇത് തന്നെ പാവപ്പെട്ട കേരളത്തിലെ എത്ര മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇതിനകം മരിച്ചുപോയി. അവരൊക്കെ ഈ വിശ്വസിച്ചല്ലേ പോയത്? അവരൊക്കെ മുശ്രിക്കായി മരിച്ചുപോയില്ലേ മുജാഹിദിന്റെ തന്നെ വാദപ്രകാരം? ഇത്രയും ആളുകൾക്ക് വേണ്ടി ഇയാൾ ജനങ്ങളോട് മാപ്പ് ചോദിച്ചാൽ പ്രശ്നം തീരുമോ? ഒരൊറ്റ മനുഷ്യൻ മുശ്രിക്കായി പോയാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു ഷഹാദ ഉച്ചരിക്കാതെ ഇസ്ലാമിലേക്ക് വരാൻ കഴിയില്ല സുഹൃത്തുക്കളെ. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വേണ്ടത് ഇനി രണ്ടാമത് തിരിച്ച് പഴയ ആശയത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, ഇതാ ഞാൻ കലിമത്തു ഷഹാദത്ത് പുതുക്കുന്നു, അതുകൊണ്ട് നിങ്ങളും പുതുക്കണം, എന്നാലേ നമുക്ക് യഥാർത്ഥ മുസ്ലിമാകാൻ സാധിക്കൂ. ഇടക്കാലത്ത് നമ്മളൊക്കെ മുശ്രിക്കായി പോയിരുന്നു എന്നല്ലേ അനസ് മൗലവി പറയേണ്ടത്? അത് പറയുന്നില്ലല്ലോ. പക്ഷെ മാത്രമല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന മറുവിഭാഗം ഗ്രൂപ്പ്, സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പറയുന്നു, മക്കളെ ശരിക്കും നിങ്ങൾ അപ്പുറത്തെ മടവൂർ ഗ്രൂപ്പിന്റെ മുമ്പിൽ പോയി മാപ്പ് ചോദിക്ക്, നിങ്ങൾ കലിമ ചൊല്ല്, നിങ്ങളെ ചോദ്യം ചെയ്തിരുന്ന SKSSന്റെ ഓഫീസിൽ പോലും മാപ്പ് ചോദിക്ക്, പരസ്യമായി നമ്മളെ പോലെ കലിമ ചൊല്ലാനും മാപ്പ് ചോദിക്കാനും ഈ ജനങ്ങളോട് പോരാ, നിങ്ങൾക്ക് മുസ്ലിമാകണമെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് സക്കരിയ സ്വലാഹി തന്നെ കൃത്യമായി അവരെ പഠിപ്പിച്ചു നോക്ക് നിങ്ങൾ.
സഹോദരങ്ങളെ, കൃത്യമായി ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് തൗഹീദിൽ തെറ്റുപോയി, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞപ്പോൾ, നിങ്ങൾ കേവലം മാപ്പ് ചോദിച്ചാൽ പോലെ നിങ്ങൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് മറു ഗ്രൂപ്പിന്റെ ലീഡർ ഡോക്ടർ സക്കരിയ സലാഹി അത് ശക്തമായ രൂക്ഷമായ ഭാഷയിൽ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേറൊരു ഗ്രൂപ്പ് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന ശക്തമായ നിലപാടിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നു മടവൂർ ഗ്രൂപ്പ്. എത്രത്തോളം വെച്ചാൽ അവർ പറയുന്നു, രാത്രി വീട്ടിൽ നിന്ന് നമ്മൾ വഴിക്ക് ഇറങ്ങിപ്പോകുമ്പോ കയ്യിൽ വെളിച്ചല്ല, ഒരു ശബ്ദം കേട്ടു, അത് പിശാചിന്റെ ശബ്ദമാ, പിശാചിന്റെ വകയായിരിക്കാം എന്ന് വിചാരിച്ചാൽ മറഞ്ഞ വഴിക്ക് പിശാചിനെ ഭയപ്പെട്ടു, അതുകൊണ്ട് ആള് മുശ്രിക്കായി എന്ന അക്ഷരാർത്ഥത്തിൽ മടവൂർ വിഭാഗം മുജാഹിദ് ഇതേ ആശയത്തിന്റെ പേരിൽ ഈ മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്ന വിശദീകരണത്തെ തുടർന്ന് ഔദ്യോഗിക വിഭാഗത്തെ മുശ്രിക്കാക്കുമ്പോൾ, ഔദ്യോഗിക വിഭാഗം മടവൂർ വിഭാഗത്തെ മുശ്രിക്കാക്കുമ്പോൾ, രണ്ട് വിഭാഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജിന്ന് വിഭാഗത്തെ മുശ്രിക്കാക്കുമ്പോൾ നാലാമത്തൊരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണോ? ആ വിഭാഗം പറയുന്നത് യഥാർത്ഥത്തിൽ ബുഖാരിയിലെ മുസ്ലിമില് അങ്ങനത്തെ ഹദീസുകളൊന്നും ഫുൾ അംഗീകരിക്കാൻ പറ്റില്ല. ഇസ്ലാമിക ലോകം മുഴുവൻ അസഹുൽ കിതാബി വാദ കിതാബില്ല, അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമെന്ന് സംശയമില്ലാതെ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി ഹദീസുകൾ പോലും മുഴുവൻ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചേകുനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന മദനിമാരും സുല്ലമിമാരുടെയും ഒരു നിര, ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അക്ഷരാർത്ഥത്തിൽ ചേകനൂർ പ്രസ്ഥാനത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ് അതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് വിശാലമായ ഭൂമി വാങ്ങി ഒരു മൗലവി സുബൈർ മങ്കടയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് സംഘടന ഉണ്ടാക്കൽ തന്നെ ബിദ്അത്താ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒന്നുമില്ല, അതുകൊണ്ട് സംഘടന ഉണ്ടാക്കൽ ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കണിശമായ നിലപാടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആട് മേയിച്ചു, അതുകൊണ്ട് നമ്മൾ ആട് മേയിക്കണം. പ്രവാചക തിരുമേനി കണങ്കാലിന്റെ മധ്യം വരെ തുണിയെടുത്തു, അത്രമാത്രമേ തുണി നീട്ടാവൂ, അതിന് താഴർക്കാൻ പാടില്ല. ഈ പ്രവാചക തിരുമേനി ഖുത്ബ അറബിയിലാണ് നടത്തിയത്, അതുകൊണ്ട് ഖുത്ബ അറബിയിൽ തന്നെ നടത്തണം. ഇങ്ങനെയുള്ള പുതിയ വാദഗതികളുമായി മറ്റൊരു വിഭാഗം പുതിയ രൂപത്തിൽ വേറെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ 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 സംഘങ്ങളും ഗ്രൂപ്പുകളും. മുജാഹിദ് എത്ര ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ ആർക്കും ഇന്ന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നമുക്ക് മാത്രമല്ല, അവർക്കും കഴിയില്ല. കാരണം അതിന് മാത്രം ഗ്രൂപ്പുകളാണ്. ഈ അടുത്ത ഘട്ടത്തിൽ ഒരു മാസം മുമ്പ് പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ നടത്തുന്ന കോളേജാണ്. അവിടെ വെച്ച് കേരളത്തിലെ അറബി കോളേജുകളുടെ പേപ്പർ വാലുവേഷൻ ഒരു വാലുവേഷൻ ക്യാമ്പ്, 4-5 ദിവസത്തെ ക്യാമ്പുണ്ട്. ഈ വിനീതൻ ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ശരാശരി കേരളത്തിലെ 11 അംഗീകൃത അറബി കോളേജുകളിൽ ഒരു 150ഓളം അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപികമാരുണ്ട്. സാധാരണ പല ക്യാമ്പുകളും സംബന്ധിച്ചാൽ നമുക്ക് കാണാം, അവർക്ക് പെണ്ണും ആണും തമ്മിലുള്ള ഹിജാബും ആ മാതിരി പ്രശ്നമൊന്നുമില്ല. ആണുങ്ങളുടെ ഇടയിൽ സ്ത്രീകൾ അധ്യാപികമാർ വന്നിരിക്കും, യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുക്കും. ആണും പെണ്ണും ഒരുമിച്ചാണ് അവരുടെ സംസ്കാരം. എന്ന് മാത്രമല്ല, അവരെ കൂട്ടത്തിലെ സ്ത്രീകൾ പരസ്യമായി ആണുങ്ങളെ മുന്നിൽ വന്ന് പ്രസംഗിക്കാറില്ലേ? അവർ സ്റ്റേജിൽ ഒരുമിച്ച് വേദി പങ്കിട്ട് അവർക്കത് പ്രശ്നമല്ലല്ലോ. കണ്ണും ചിമ്മി ഈ തരത്തിലുള്ള സംസ്കാരം നടത്താക്കിയ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവർക്ക് പ്രത്യേക സീറ്റൻ ഉണ്ടാകാറില്ല. അവരാ കൂട്ടത്തിലൊക്കെ ഒരുമിച്ചിരിക്കും. അപ്പുറത്തേക്ക് അസലാണും പെണ്ണും ഉണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ വാലുവേഷൻ ക്യാമ്പിൽ ചെന്ന് നോക്കുമ്പോ മുജാഹിദ് അറബി കോളേജിലെ അധ്യാപികമാരിൽ ഒരു വിഭാഗം ആളുകൾ ഒരു സൈഡിൽ നല്ല ഹിജാബിലിരിക്കുന്നുണ്ട്, മുഖം നന്നായി മറച്ചിട്ടുണ്ട്, കയ്യും കാലും ഒക്കെ മറച്ചിട്ടുണ്ട്, നല്ല സ്വാലിഹത്തായ ബീബി കുട്ടികളെ മാതിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്തിരിക്കുന്ന മുജാഹിദ് പ്രവർത്തനോട് ചോദിച്ചു, അല്ല ഇതാരാണ് കുട്ടികൾ ചോദിച്ചു. കാരണം നമുക്കത് ഏതോ ഗ്രൂപ്പാണ്. അറിയില്ല ചോദിച്ചു. ഇല്ലായിരുന്നു. അത് ജിന്നുകാരാണത് പറഞ്ഞു. അപ്പൊ ജിന്ന് ഗ്രൂപ്പിന് മുഖം മറക്കൽ നിർബന്ധമാണ്. സ്ത്രീകൾ മുഖം മറക്കൽ അവർക്ക് നിർബന്ധമാണ്. കണിശമായ നിലപാടാ. അവർ നടത്തുന്ന അറബി കോളേജുകൾ പുതിയതായിട്ട് ഇപ്പൊ ഇടയ്ക്കൽ അറബി കോളേജ് ഉണ്ട്. ഇന്റർവ്യൂ ടൈമിന് അതിലിങ്ങനെ ബസ്സിൽ പാസ് ചെയ്യുകയാണെങ്കിൽ നിറയെ പെൺകുട്ടികൾ, മുഖം മറച്ച പെൺകുട്ടികൾ തിരിച്ചു മറിച്ച് റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഒറ്റയടിക്ക് ബീവികളായി മാറിയേക്കാം.
അന്ന് നമ്മൾ മുഖം മറക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് സുന്നത്ത് ജമാഅത്ത് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചപ്പോൾ അത് ആവശ്യമില്ല, മുഖം തുറന്നിട്ടുകൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട ഗ്രൂപ്പാണ്. ഇങ്ങനെ ഗ്രൂപ്പുകൾ മാറി മാറി രംഗത്ത് വന്നുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, പരസ്പരം മുശ്രിക്കുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട്, പച്ചയായി പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട്, പച്ചയായി പരസ്യമായി ലേഖനം എഴുതിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരു നൂറ്റാണ്ട് തികക്കാനാകാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുക. മുജാഹിദിന് ഉയർത്തെഴുന്നേൽപ്പില്ല. ഇടയ്ക്ക് നമ്മൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെട്ട് എങ്ങനെയെങ്കിലും മസ്ലഹത്താക്കാൻ നോക്കാൻ ശ്രമിച്ചു നോക്കി. കാരണം പാർട്ടിക്ക് ഇതുവരെ തമ്മിലടിച്ച പാർട്ടിക്ക് ആ ദോഷം ചെയ്യാം. ഒരു രക്ഷയില്ല. അമ്മാതിരി ഷിർക്ക് പൊറുക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ പൊറുക്കാനോ? ഷിർക്കും കേസാണ് ഞങ്ങൾ കേസ് തന്നു. മൂപ്പര് പിൻവാങ്ങി. ഒരു രക്ഷാമാർഗമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഈ തനി തിറം അവർ തമ്മിൽ മുശ്രിക്കാക്കിയതിന്റെ കൃത്യമായ രേഖ ഫോട്ടോസ്റ്റാറ്റ് സഹിതം. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു അധപ്പതനത്തിലേക്ക് എത്തിപ്പെട്ടത്, ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുന്ന ഒരു കൊച്ചു കൃതി മുജാഹിദ് പ്രസ്ഥാനം അപചയത്തിന്റെ അടിവേരുകൾ എന്നൊരു പുസ്തകം നിങ്ങൾക്കിവിടെ വാങ്ങാൻ കിട്ടും. ആവശ്യക്കാർ മുജാഹിദ് പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാരുണ്ടെങ്കിൽ, കണക്ഷനുള്ള ആളുകളുണ്ടെങ്കിൽ, അയൽക്കാരുണ്ടെങ്കിൽ അവർക്കിതൊന്ന് വായിക്കാൻ കൊടുക്കാൻ നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥാവിശേഷം അങ്ങനെ. ജമാഅത്തെ ഇസ്ലാമിന്റെ ചിത്രം നിങ്ങൾ നോക്കി. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അനുസരിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അടിമവര ചെയ്യപ്പെടാനും അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഗവൺമെന്റിനെ മാത്രമേ അനുസരിക്കാവൂ. അപ്പൊ അള്ളാഹുവിന്റെ തലത്തെ ഗവൺമെന്റ് അനുസരിച്ചാലോ ലാ ഇലാഹയ്ക്കെതിരായി ശിർക്കായി പുതിയ പുതിയ വാദങ്ങൾ. ഇവർക്കൊരു ഭരണകൂടമുണ്ടാക്കാൻ വേണ്ടി അബുൽ അല സ്ഥാപിച്ച വികലമായ ആശയം. ആ ആശയത്തെ തുടർന്ന് അവർ പച്ചയായി എഴുതി പഠിപ്പിച്ചു, നിരന്തരം പ്രചരിപ്പിച്ചു. ഈ രാജ്യത്തെ ഭരണഘടന അനുസരിക്കൽ ശിർക്ക. കാരണം ഗവൺമെന്റ് സഹകരിക്കലല്ലേ. ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്ക. ഈ രാജ്യത്തെ ഗവൺമെന്റ് സെലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ശിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കൽ ശിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിലെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് പഠിക്കലും പരീക്ഷ എഴുതലും ശിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിലെ ഉദ്യോഗം സ്വീകരിക്കൽ ശിർക്കാണ്. സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോയി ഗവൺമെന്റ് ഒരു സഹായവും സ്വീകരിക്കാതെ മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമി. അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമി രാജിവെച്ച ശേഷം എഴുതി, ഗവൺമെന്റ് ഉദ്യോഗം രാജിവെക്കണം ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല ആളുകൾക്കും കത്ത് കിട്ടിയത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് കാർഡിലെ കത്ത. ആ പോസ്റ്റ് കാർഡുമായി സഹകരിക്കലോ? അത് ശിർക്കല്ലേ. ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അമീർ ഞങ്ങളോട് ഷിർക്കിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ആദർശപരമായി ഞങ്ങളെ തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമി ഈ ഷിർക്കാണെന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കേരള യാത്ര നടത്തി ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ പങ്കുവഹിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ആ ഷിർക്കിൽ പങ്കാളിയാകാൻ ശ്രമിക്കാൻ സാധിക്കുമോ എന്ന വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നോക്ക് നിങ്ങൾ വൈരുദ്ധ്യത്തിന്റെ അവസ്ഥാവിശേഷം. ഓരോ സമസ്ത കേരള ജംഇയ്യത്തുലമ എതിർത്ത ഈ ബിദ്അഈ പ്രസ്ഥാനങ്ങളൊക്കെ യാഥാർത്ഥ്യം എത്ര പെട്ടെന്നാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഭാഗവും നിങ്ങൾ പരിശോധിച്ച് നോക്കി. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? തബ്ലീഗ് ജമാഅത്ത് ഇന്നലെ സമസ്ത കേരള ജംഇയ്യത്തുലമ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തി ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവർക്ക് ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നല്ലവരായ നായകന്മാർ, നമുക്ക് എന്തൊരു അഭിമാന ബോധമുണ്ട്. അവരാ നമ്മുടെ നായകന്മാർ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറയാണ് തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് പ്രഖ്യാപിച്ചത്. അത് പഠിച്ചാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അന്ന് തബ്ലീഗ് ജമാഅത്തിനെ സമസ്ത എതിർത്തുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിച്ചു. എന്നാലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. നല്ല മനുഷ്യരല്ലേ, താടിയുണ്ട്, തലപ്പാവുണ്ട്, ശുഭ്രവസ്ത്രങ്ങളുണ്ട്, എന്തൊരു ദിക്റുകളും എന്തൊരു ചിട്ടകളുമാണുള്ളത്. ഇവർ ബിദ്അത്തിന്റെ പാർട്ടിയോ? ഇവർക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആദർശമുണ്ടെന്നോ? കാലം നമുക്ക് വ്യക്തമാക്കി തന്നു. ഇന്ന് തബ്ലീഗ് ജമാഅത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളുകൾ തബ്ലീഗ് ജമാഅത്ത് വിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ക്യാമ്പിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഒരു കാലഘട്ടത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ വേദികളിൽ നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശവുമായി നിറഞ്ഞ പ്രഭാഷണം നടത്തിയിരുന്ന ചുഴലി അബ്ദുള്ള മൗലവി എന്ന പ്രമുഖ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രഭാഷകൻ ഇന്ന് KNMന്റെ വേദികളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആദർശമതാ. അതിൽ സൈദ്ധാന്തികമായി തബ്ലീഗ് ജമാഅത്തിൽ ഉയർച്ച നേടിയാൽ അവർ ബിദ്അത്തിന്റെ ആശയത്തിൽ പ്രകടമായി രംഗത്തോറും ക്രമാനുഗത
വിരോധമായി മുജാഹിദിനെ പോലെ തുടക്കത്തിൽ ഒന്നിച്ച് പരസ്യപ്പെടുത്തില്ല എന്ന് മാത്രം. അതൊക്കെ സംഘടനകളുടെ ശൈലികൾ മാത്രം. സമസ്ത പറഞ്ഞത് ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ കാന്തപുരം വിഭാഗം പോലും, ഞാൻ എന്റെ സുഹൃത്ത് രാമന്തലയോട് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കൈവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുബാറക്കായ സംഘടനയാണ്. അത് ചെയ്ത സംവിധാനങ്ങൾ എത്ര വിപുലമാണ്. നിങ്ങൾ ഓർത്തു നോക്കി. ഓരോ ഘട്ടത്തിലും ഇസ്ലാമിക സമുദായത്തിന് എന്താണോ ആവശ്യം അത് തിരിച്ചറിഞ്ഞ് അത് നടപ്പാക്കി എത്ര സുഖസുന്ദരമായിട്ടാണ് സമസ്ത നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പണ്ഡിതന്മാർ നമുക്ക് കുറവാണെന്ന് മനസ്സിലായപ്പോൾ, ഉന്നത പഠന കോളേജുകൾ ഇല്ലെന്ന് കണ്ടപ്പോൾ പട്ടിക്കാട് ജാമിഅനൂർ അറബിക് കോളേജ് സ്ഥാപിച്ചുകൊണ്ട് തുടക്കം കുറിച്ച് ഈ പണ്ഡിത ബിരുദധാരികളെ പുറത്താക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ ഇന്ന് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ നിരയാണ് കേരളത്തിലുടനീളം. ഒരു മഹലിൽ നമുക്ക് പണ്ഡിതന്മാരുടെ ക്ഷാമല്ലല്ലോ. കുറച്ചിങ്ങനെ പോയി സമസ്ത. അപ്പൊ നമുക്ക് ചെറിയൊരു കുറവ്. പണ്ഡിതന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഭൗതികമായ അറിവുള്ള പണ്ഡിതന്മാരെ കുറവ് ഇന്നത്തെ കാലത്തൊരു പ്രശ്നമാണ്. ഉടനെ സമസ്ത പുതിയൊരു വിദ്യാഭ്യാസ സംവിധാനത്തിന് രൂപകൽപ്പന നൽകി. സമന്വയ വിദ്യാഭ്യാസം. ഭൗതികമായ യൂണിവേഴ്സിറ്റി ഡിഗ്രിയും PGയും നേടിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും ഫിഖഹിലും അഗാധ പാണ്ഡിത്യമുള്ള ചെറുപ്പക്കാരായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പുതിയ സംവിധാനം. ഹുദവി കോളേജുകൾ, വാഫി കോളേജുകൾ, ജാമിഅയുടെ ജൂനിയർ കോളേജുകൾ, അതിന് സമാനമായ നിരവധി കോളേജുകൾ. ഇത് പടുത്തുയർത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഹുദവി സംവിധാനത്തിന് കീഴിൽ മാത്രം 50ഓളം കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാഫി കോളേജ് സിസ്റ്റത്തിൽ മാത്രം 50ഓളം കോളേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാമിഅ ജൂനിയർ കോളേജുകൾ മാത്രം 50ൽ പരം കോളേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോളേജുകളിലൊക്കെ ഡിഗ്രിയും PGയും കഴിഞ്ഞ് മതപരമായ വിഷയങ്ങൾ അഗാധ പാണ്ഡിത്യമുള്ള 1000ൽ പരം പണ്ഡിതന്മാർ ചെറുപ്പക്കാർ ഓരോ കൊല്ലവും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായിരുന്നു സുന്നത്ത് ജമാഅത്തിന്റെ യശസ്? ദുബൈയിൽ ചെന്നാൽ, അബുദാബിയിൽ ചെന്നാൽ, ഖത്തറിൽ ചെന്നാൽ, ബഹ്റൈനിൽ ചെന്നാൽ, സൗദിയിൽ ചെന്നാൽ, വെസ്റ്റേൺ കൺട്രീസ്, ലോകത്തെവിടെ ചെന്നാലും മതരംഗത്ത് പ്രബോധന രംഗത്ത് ഉയർന്നു പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അന്വേഷിച്ചാൽ അത് നമ്മുടെ യുവ പണ്ഡിത സുഹൃത്ത ഹുദവിയാണ്, വാഫിയാണ്, ആധുനിക ഫൈസിയാണ്. ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ അവിടെയുള്ള മത്സര പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോ 1ഉം 2ഉം 3ഉം റാങ്കുകളൊക്കെ നേടിയെടുക്കുന്ന നമ്മുടെ ഈ ചെറുപ്പക്കാരാ. അവരാണ് യൂണിവേഴ്സിറ്റി ലെക്ചർമാർ, അവരാണ് പ്രൊഫസർമാർ. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് വന്നാലും 1ഉം 2ഉം 3ഉം റാങ്കുകൾ, അല്ലെങ്കിൽ 1ഉം 3ഉം റാങ്കുകൾ. അത് ഹുദവികൾക്ക്, വാഫികൾക്ക് ഈ വിധത്തിൽ ചേഞ്ച് ആയി കഴിയും. എത്ര പെട്ടെന്നാണ് നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമിക മദ്രസാ രംഗത്ത് ഇവിടെ പരാജയം നേരിട്ട ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇടപെട്ടു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എത്രയോ മുമ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ എത്രയോ മുമ്പ് മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജംഇയ്യത്തുൽ ഉലമയാണ്. ആ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 9497 മദ്രസകളാണ് വ്യവസ്ഥാപിതമായി, ശാസ്ത്രീയമായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നടത്തിക്കൊണ്ടുപോകുന്നത്. മഹല്ല് സംവിധാനങ്ങൾ ഇന്നിപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി സമസ്ത ഒരു വലിയ ഫണ്ട് ശേഖരിക്കുകയാണ്. ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ദഅവത്തുൽ കൈത്താങ്ങി എന്ന പേരിൽ ഈ 15 വെള്ളിയാഴ്ച കേരളത്തിൽ 6000 മഹല്ലുകളിൽ നിന്ന് കലക്ഷൻ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സമസ്ത പൂർത്തിയാക്കി കഴിഞ്ഞു. സമസ്ത തുടക്കം കുറിച്ചാൽ അത് വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. സമസ്തക്കൊരു പത്രത്തിന്റെ അപ്പത്തോടെ 1 ലക്ഷത്തിൽ പരം വരുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പട്ടാളക്കാർ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് കോപ്പികളുമായി 6 എഡിഷനുകളുമായി സുപ്രഭാതം ദിനപത്രങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദിനപത്രം യാഥാർത്ഥ്യമായി. എല്ലാവരും മൂക്കത്ത് കൈവയ്ക്കുകയാണ്. ഇതൊന്നും സമസ്തന്റെ കഴിവല്ല, സമസ്തന്റെ ബറക്കത്താണ്. കാരണം സമസ്ത സ്ഥാപിച്ചത് സത്യസന്ധമായിട്ടാണ്. ഇത് കേരളത്തിൽ നമ്മുടെ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച് കൈമാറിത്തന്ന ആ ദീനിന്റെ സംശുദ്ധമായ ആദർശം അതിൽ കത്തിവെക്കാൻ ആരെയും അനുവദിക്കില്ല. അതിൽ ഒന്നുപോലും വെട്ടിമാക്കാൻ അനുവദിക്കില്ല. അതിലേക്ക് അഡീഷണലായി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ല. അത് സംശുദ്ധമായ നിലയിൽ അടുത്ത തലമുറകൾക്ക് കൈമാറിപ്പോകണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ആദർശധീരരായ സത്യസന്ധതയുള്ള നിറകുടങ്ങളായ മഹാത്മാക്കളായ ഉലമാക്കളും സാദാത്തുക്കളും സ്ഥാപിച്ചത് സമസ്ത. അത് ബറക്കത്താണ്. ആ ബറക്കത്താണ് ഇതിന്റെ വിജയം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എതിർത്ത ആളുകൾ, സുന്നിയുടെ ലേബിളിൽ പ്രത്യക്ഷപ്പെട്ട ആളുകൾക്കും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആദർശ രംഗത്ത് സമസ്തയെ നേരിടാൻ മുജാഹിദ് ചരിത്രത്തിന്റെ ഭാഗമായി, ജമാഅത്ത് ചരിത്രത്തിന്റെ ഭാഗമായി ജമാഅത്ത് അസ്തമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ആശയരംഗത്ത് ജമാഅത്തിനോ മുജാഹിദിനോ സമസ്തയെ സംവാദത്തിൽ ഏർപ്പെടാൻ അവർക്ക് കെൽപ്പില്ല, ത്രാണില്ല. കാരണം ആശയപരമായി തകർന്നു പറ്റും.
ഇനി പുതിയ പാർട്ടി വന്നിട്ട് വേണം. സമസ്ത കേരള ജംഇയ്യത്തിന്റെ ഉള്ളിൽ നിന്ന് സമസ്തയെ വിമർശിക്കാൻ ശ്രമിച്ച ആളുകൾ അവർ സമസ്തയെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരേ ഒരാശയം എന്തായിരുന്നു? സമസ്തയിലെ നേതാക്കന്മാർക്ക് സുന്നത്ത് ജമാഅത്തിൽ സ്പിരിറ്റ് പോരാ, ഒന്നുകൂടി ഊർജ്ജസ്വലത വേണം, സ്പിരിറ്റ് കൂട്ടണം, വോൾട്ടേജ് കൂട്ടണം. അന്നൊക്കെ 110 സുന്നിയാകണമെന്ന് പറയുന്നത്. പഴയ കാലത്ത് 110 വോൾട്ടിന്റെ ബൾബ് ഉണ്ടായിരുന്നു. അന്നാണ് ഷംസുൽ പ്രസംഗിച്ചത്, എടാ സുന്നി മതി, സുസുന്നി വേണ്ട. ആ കൂട്ടരുടെ അവസ്ഥാവിശേഷം എന്താ? 25 കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കലേതൊക്കെ? നമ്മുടെ മഹാത്മാക്കളായ ആളുകൾ ആത്മീയ ലോകത്ത് വെച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, അവരിടപെട്ടുകൊണ്ടിരിക്കുക. അത്തരം ആളുകൾ ഇന്ന് ആദർശരംഗത്ത് ചാടി വീണ് സംവാദങ്ങളുമായി, മറുപടി പ്രസംഗങ്ങളുമായി ഓടി ഓടി നടന്നിരുന്ന സംവാദ വീരന്മാർ ഇന്നെവിടെ? ഇന്ന് മുജാഹിദ് പ്രസംഗിച്ചാൽ മറുപടി പറയാൻ ഈ വിഭാഗത്തിൽ തയ്യാറില്ല. എന്താ പ്രശ്നം? ഇന്നൊരു പ്രദേശത്ത് ഒതുക്കങ്ങളിൽ മുജാഹിദ് പ്രസംഗിച്ചു എന്ന് വിചാരിക്കും. ഒതുക്കങ്ങൾ മുജാഹിദ് നമ്മളിങ്ങനെ നമ്മളെ സുന്നി മറുപടി വെക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കും. ഒതുക്കങ്ങ ആ പ്രസംഗം എങ്ങനെയുണ്ട്, എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, മറുപടി വെച്ചാൽ നമുക്ക് ഗുണം കിട്ടുമോ ദോഷം നമ്മൾ വിലയിരുത്തും. നമ്മൾ ഉസ്താദുമാർ ആവശ്യമാണെങ്കിൽ മാത്രം മറുപടി വെക്കും, ആവശ്യമായ രീതിയിൽ. മൈൻഡ് ചെയ്യാത്ത വിഷയം മൈൻഡ് ചെയ്യാതെ വിടേണ്ട വിഷയമാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിടും. കാരണം സുന്നത്ത് ജമാഅത്തിന് നമ്മളെ കൊണ്ട് പരിക്കേൽക്കാൻ പാടില്ല, രക്ഷ മാത്രമേ കിട്ടാവൂ. ഇവരെല്ലാം കണ്ണും ചെമ്മി പിറ്റേന്ന് പ്രഭാഷണം വെക്കുമായിരുന്നല്ലോ, മറുപടി പ്രസംഗം. അതിലെല്ലാ തോന്നിവാസം വിളിച്ചു പറയുമായിരുന്നല്ലോ. ഇന്നിപ്പോ ഒതുക്കങ്ങളിൽ മുജാഹിദ് പ്രഭാഷണം വെച്ചാൽ പിറ്റേന്ന് ഈ പറയുന്ന സുന്നിന്റെ ആളുകൾ മറുപടി വെക്കാനുണ്ടാവില്ല. അവർ SKSന്റെ ശാഖയുടെ സെക്രട്ടറിയെ പ്രസിഡന്റിനെ കാണും. എടാ നിങ്ങളൊരു മറുപടി വെക്കോ മുജാഹിദിന്? കാരണം ഉള്ളിൽ പഴയ സുന്നി സ്പിരിറ്റ് ഉണ്ടല്ലോ. അതിന്റെ പെങ്ങറ്റോ ചൂട് വെച്ചു. അല്ല ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ വെക്കി ബാക്കിൽ നിന്നല്ല സപ്പോർട്ടും ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ചോദിച്ചു? ഞങ്ങൾക്ക് ഒരു പ്രശ്നം, ഞങ്ങൾ ആ മുടിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉസ്താദുമാര് മുഴുവത്ത് കറാമത്തൊക്കെ മരിച്ചോടുകൂടി മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വലിയ പ്രശ്നമാണ്. നമ്മളാകെ സുന്നത്ത് ജമാഅത്തിന്റെ അസ്ഥിവാരം, നമ്മുടെ ബേസ്മെന്റ് മഹാത്മാക്കളായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കൾക്കും ഇവിടെ മരണാനന്തരം ഇടപെടാൻ സാധിക്കുമെന്നതിന്റെ പ്രകടമായ അടിസ്ഥാനം എന്താണ്? മഹാത്മാക്കൾ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നില്ല. അവരുടെ ശക്തിയും അവരുടെ കഴിവും അവരുടെ കറാമത്തും അവരുടെ മുഴുവത്തും പ്രത്യേകതകളും അതേപടി നിലനിൽക്കുമെന്ന് മാത്രമല്ല, അത് ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഹൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഒരു പ്രത്യേകതയും പോകില്ല. തങ്ങളുടെ ശരീരത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക്, നഖത്തിന്, മുടിക്ക്, തൊലിക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ടോ ആ പ്രത്യേക എക്കാലത്തും നിലനിൽക്കുമെന്നാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നത്. പരോക്ഷമായി മുജാഹിദ് ജമാഅത്ത് കൂടി ശരിവെക്കുന്നുണ്ട്. തങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്, മരിച്ചാൽ അവസാനം നശിച്ചു പോകില്ല. എന്നാൽ ഇവരുടെ കൈവശമുള്ള ഈ വ്യാജ മുടികൾക്ക് ഈ ക്വാളിറ്റി ഒന്നുമില്ല. അള്ളാന്റെ റസൂലിന്റെ മുടി കത്തിച്ചാൽ കത്താൻ പാടില്ല, അള്ളാന്റെ റസൂല് മുടി മണ്ണിലിട്ടാൽ ദ്രവിക്കാൻ പാടില്ല. പക്ഷെ ഇവരുടെ കൈവശമുള്ള മുടി കത്തുന്നുണ്ട്. ഞാനും എന്റെ സുഹൃത്ത് രാമന്തളി പിന്നെ അവിടെ പോയി മുടി കൊണ്ടുവന്ന് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിറ്റി ഒന്നുമില്ല എന്ന് പരസ്യമായി ആളുകളെ ബോധ്യപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു കൊടുത്തു, വെല്ലുവിളിച്ചു. സത്യത്തിൽ ഇവിടെ ഈ വിഭാഗം നിശബ്ദരാകേണ്ടി വന്നു. അവരുടെ മുടി പരീക്ഷിക്കാൻ അവർ തയ്യാറില്ല, ക്വാളിറ്റി ഇല്ല. അപ്പൊ അതിനവരെന്ത് ചെയ്തു? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാൻ തീരുമാനിച്ചു. കാലിനൊപ്പിച്ച് ചെരുപ്പ് വാങ്ങല്ല. എന്ത് ചെയ്തു അവര് പറഞ്ഞു, അതിന് അള്ളാന്റെ റസൂൽ നിങ്ങൾ ഈ പറഞ്ഞ മഹത്വമൊക്കെ ഉണ്ട്, ശരിയാ, അതൊക്കെ റസൂലിന്റെ വഫാത്താണ് വരെ. വഫാത്തായ അള്ളാന്റെ റസൂലിന്റെ എല്ലാ പ്രത്യേകതകളും അസ്തമിച്ചു പോയി എന്ന് പച്ചയായി പരസ്യമായി അവിടെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായിട്ട് മുഖാമുഖം നാട് നീളെ നടന്നുകൊണ്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര അപകടകരമായ വാദം! അവിടെ ഞങ്ങൾ ഉസ്താദ്മാരങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എങ്ങനെ പ്രസംഗിച്ചാൽ എങ്ങനെ ഞങ്ങൾക്ക് മുജാഹിദിന് മറുപടി ഇടാൻ കഴിയോ? അവർ ചോദിച്ചാൽ മറുപടി ചെയ്യാൻ കഴിയില്ലോ. മഹാത്മാക്കൾ മരിച്ചു പോയില്ലേ, കഴിഞ്ഞു പോയില്ലേ, ഇനി അവർക്ക് ഇടപെടാൻ കഴിയില്ല, അങ്ങനെ പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്താ പ്രശ്നം വെച്ചു? ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ചാൽ അഥവാ ക്ലിപ്പിംഗ് ഏറ്റവും അവർ ആ സ്വപ്നേറ്റവും വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ എന്ത് മറുപടി പറയും? AP ഉസ്താദ് അറിയാതെ അള്ളാഹു താലോടൊന്നും ചെയ്യൂല. ഫസ്റ്റ് ക്ലിപ്പ്. പിന്നെ കുറെ സ്വപ്നം, ഒരു വലിയ സ്വപ്നത്തിന്റെ കഥകളുണ്ടായിരുന്നല്ലോ. ആ സ്വപ്നത്തിന്റെ ആൾ ഇപ്പൊ സ്വപ്നം കാണാത്തതുകൊണ്ടാണ് ഇവർ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നത്. അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാല്, നിങ്ങളുടെ നാട്ടിലെ പ്രമുഖനായ ഒരു മുസ്ലിയാർ ഇയാൾ ഈ സ്വപ്നം ഇങ്ങനെ ആവർത്തിപ്പോ ഇയാളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഹസനി ഇനി മേല് സ്വപ്നം കാണാൻ പാടില്ല. അപ്പൊ ഉസ്താദെ കണ്ടാലോ ചോദിച്ചു. കാരണം നമ്മൾ കൽപ്പിച്ചുകൂടി കാണല്ലോ. കണ്ടാൽ നീ എന്റെ അടുത്ത് വരണം, ഞാൻ പറഞ്ഞു നിനക്ക് എന്റെ വ്യാഖ്യാനം, ഇതങ്ങനെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ സ്വപ്നം നിർപ്പിച്ചത്.
എന്നാലും കഴിഞ്ഞ കാലത്തെ സ്വപ്നങ്ങൾ ക്ലിപ്പിംഗായി ബാക്കി കിടക്കുകയാണല്ലോ. ഈ സ്വപ്നത്തിന്റെ ക്ലിപ്പിംഗ് മുജാഹിദ് ഞങ്ങൾ എന്ത് മറുപടി പറയും? അതൊരു പ്രശ്നമാണ്, അതും പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളുടെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പോലും പറയാൻ സാധിക്കാത്ത വിധം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കാത്ത വിധം, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭംഗിയായി മണ്ഡലം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടും ശാഖാ പ്രചരണ യോഗങ്ങൾ നടത്തിക്കൊണ്ടും സമസ്തയും കീഴ്ഘടകങ്ങളും അന്തസ്സായി അജയ്യമായ ആദർശ രംഗത്ത് മുന്നേറുമ്പോൾ ഈ വിഭാഗത്തിന് ആദർശം പറയാനുള്ള ത്രാണി പോലും നഷ്ടപ്പെട്ട് ദൈന്യമായി നിൽക്കുന്ന ചിത്രമാണ് കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. സത്യമല്ലേ? എന്താ ഈ ദൈന്യമായ ചിത്രം വന്നത്? ഇത് അള്ളാന്റെ ദീന് യോജിക്കാത്ത കൃത്രിമമായ വാദങ്ങളും കള്ളത്തരങ്ങളും നിരന്തരം പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ കള്ളം നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പുതിയ തലമുറയിൽപ്പെട്ട ചില ചെറുപ്പക്കാർ ചോദിക്കാറുണ്ട്, എന്താ ഇപ്പൊ കാന്തപുരം വിഭാഗത്തിന് തകരാറ്? കാന്തപുരം വിഭാഗം കുഴപ്പമെന്താ? അവരും സുന്നി ഇവരും സുന്നിയല്ലേ? സുഹൃത്തുക്കളെ, കുഴപ്പം പുതിയ തലമുറക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അവർ കളവ് മാത്രം പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്ക. കളവിന്റെ ആസാമികളാ. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ചില മഹല്ലുകളിൽ കാന്തപുരം വിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ കുഴപ്പമുണ്ടാക്കുന്നു കണ്ടപ്പോ അവിടെ പോലീസിനോട് ഇടപെടാൻ പറഞ്ഞ പോലീസ് ഇടപെടാത്തൊരു പ്രശ്നമുണ്ടായി. പോലീസ് പിന്നോക്കം നിൽക്കുക. പോലീസ് പിന്നോക്കം നിൽക്കാൻ പറ്റുമല്ലോ. ആദരണീയരായ സമസ്തയുടെ പണ്ഡിതന്മാർ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നോട്ട് ചെയ്ത് കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്. പോലീസ് ഇടപെടുന്നില്ല. ഒരു മാസം വെയിറ്റ് ചെയ്തു, പരിഹാരം ഉണ്ടായില്ല. ലാസ്റ്റ് ആദരണീയ സമസ്തയുടെ പണ്ഡിതന്മാർ മലപ്പുറം സുന്നി മഹൽ വെച്ച് വാർത്താ മാധ്യമങ്ങൾ വെച്ച് വാർത്താ സമ്മേളനം നടത്തി. അടുത്ത 30 ഗവൺമെന്റിന് അന്ത്യശാസനം നൽകുക. കഴിഞ്ഞ ഏപ്രിൽ 30-നകം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ, ന്യായമായ പ്രശ്നങ്ങൾ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പരിഹരിച്ചിട്ടില്ലെങ്കിൽ പരസ്യമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഗവൺമെന്റിനെതിരെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘം സമസ്ത തുടക്കം കുറിക്കുമെന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ഇവരൊരുപാട് പ്രചരിപ്പിച്ചു. ഇതാ 30-ന് ശേഷം ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിരന്തരം പ്രചരണം തുടങ്ങി. പക്ഷേ നമ്മളൊന്നും ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം നടക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രശ്നങ്ങൾ, ആ ലിസ്റ്റിലെ ഓരോ പ്രശ്നങ്ങളും ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് 4 ദിവസത്തിനകം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സമസ്തയുടെ പണ്ഡിതന്മാരെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, വിഷയത്തെക്കുറിച്ച് നമുക്ക് തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് പരിഹരിച്ചാൽ മതി, ഇനി കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ചില മന്ത്രിമാർ ഇടപെട്ട് അല്ല, ഒന്ന് ഇരുന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, വീട്ടിൽ വരണ്ടെന്ന് കോഴിക്കോട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുമായി സമസ്തയുടെ പണ്ഡിതന്മാരിൽ നിന്ന് ചർച്ച ചെയ്ത് ലിസ്റ്റ് ഫൈനൽ ചെയ്തു കൊടുത്ത് ഇതാ പള്ളിക്കൽ ബസാർ വലിയ ജുമാഅത്ത് പള്ളി പട്ടണത്തിന്റെ സെന്ററിലാണ്, പൂട്ടിക്കിടക്കുകയാണ്, അത് തുറക്കാൻ ഗവൺമെന്റ് ആർജവം കാണിക്കണം, ഇനി 30-നപ്പുറം നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് ലിസ്റ്റ് ചെയ്ത് ഇന്ന സ്ഥലത്ത് ജനറൽ ബോഡി കൂടാൻ അംഗീകാരം നൽകണം, അവിടെ കേവലം 10-20% ആളുകൾ പ്രശ്നമുണ്ടാക്കുകയാണ്, പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയ തീരുവെന്ന് പറഞ്ഞപ്പോൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പൊ തന്നെ ADGP ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് തത്സമയം ഓർഡർ ഇട്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾക്കും തത്സമയം തീരുമാനമെടുത്തുകൊണ്ട് പള്ളിക്കൽ ബസാർ പള്ളി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ച് ആളുകൾ ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ? ഇന്നത്തെ വെള്ളിയാഴ്ച ഇന്ന് വഖത്തുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, തുറന്നു കഴിഞ്ഞു. സമസ്ത പറഞ്ഞ അവിടെ നിൽക്കും. കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇവർ കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. നിരന്തരം പ്രചാരണത്തെ ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാരുടെ മേൽ സമ്മർദ്ദം, മറുഭാഗത്ത് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ. ഉത്തരവാദപ്പെട്ട കേരളത്തിലെ ചില മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് കാന്തപുരം അടുത്ത് പറഞ്ഞില്ലേ, അങ്ങനെ ഈ സമസ്ത ഗ്രൂപ്പിന്റെ കൂടെ സജീവാകണ്ട, രാഷ്ട്രീയക്കാരല്ലേ നിങ്ങൾ, ഞങ്ങളെ സഹായം നിങ്ങൾക്ക് ആവശ്യമല്ലേ. ഒരു ഭാഗത്ത് പ്രലോഭനം, മറുഭാഗത്ത് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന കാരണത്താൽ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് കാന്തപുരം പറയുകയാണ്, ഇതാ മുസ്ലിം സമസ്തയെ സഹായിക്കൂല മുസ്ലിം ലീഗ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അഥവാ ചില മുസ്ലിം ലീഗുകാർ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മണ്ടന്മാരായ മുസ്ലിം ലീഗുകാരാണ്. പച്ചയായി ഇപ്പുറത്ത് വിമർശനം. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, അത്തരം കപട മുഖങ്ങളൊന്നും രക്ഷപ്പെടില്ല.
സമസ്ത സത്യസന്ധമായി ആദർശ പ്രചരണവുമായി മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആർക്കും സമസ്ത കേരള ജംഇയ്യത്തുലമയെ എതിർക്കാനോ തകർക്കാനോ സാധിക്കില്ല എന്നത് പ്രകടമായ സത്യമാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രഗത്ഭനായ നമ്മുടെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കടന്നു വരുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവർ ഈ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പഴയ കാലത്തെ പോലെ നിരന്തരം കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ്. ഇവരുടെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇവരുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റാണിത്. ഇക്കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റ്. ഈ സപ്ലിമെന്റിന്റെ തന്നെ തുടക്കം ഞാൻ ആ 2 വരികൾ മാത്രം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഈ സപ്ലിമെന്റിന്റെ തുടക്കം തന്നെ അവർ പറയുന്നത് വളരെ വ്യക്തമായി തീർത്തും വാസ്തവ വിരുദ്ധമായ കാര്യമാണ് എഴുതുന്നത്. ആ വരി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സമസ്ത നേതാക്കൾ പത്രങ്ങളിലും ചിത്രങ്ങളിലും ജീവിക്കുന്നവരല്ല. എന്നുവെച്ചാൽ ഇവരെ സമസ്ത നേതാക്കൾ പത്രങ്ങളിലും ചിത്രങ്ങളിലും ജീവിക്കുന്നവരല്ല. ഈ വരിന്റെ തൊട്ട് മുകളിൽ തന്നെ ഇവരെ പ്രസിഡന്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, മറ്റ് നേതാക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ വരിന്റെ മുകളിൽ നിന്നെങ്കിലും ചിത്രം മാറ്റി വെച്ചൂടെ എന്ന് മാത്രമല്ല, പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ 89 വരെയുള്ള സമസ്തയുടെ കൃത്യമായ ചരിത്രം പറഞ്ഞിട്ട് ശേഷം പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവർ പച്ചയായി കഴിഞ്ഞ ആഴ്ച എഴുതി വെച്ചതാണ്. ഇത്രയും കാലം സമസ്ത സൂക്ഷിച്ചു വന്ന തീരുമാനങ്ങളും മുൻകാല ഫത്വകളും പ്രമേയങ്ങളും ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ മാറ്റി എഴുതണമെന്ന് ചിലർ സ്വാധീനിച്ചതനുസരിച്ച് അന്നത്തെ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോൾ അത് ദീനിന്റെ ആണിക്കല്ല് ഇളക്കുന്നതാണെന്നും സമസ്തയുടെ സ്ഥാപക ലക്ഷ്യങ്ങൾ അട്ടിമറിക്കുന്നതാണെന്നും അതിന് അനുവദിക്കില്ലെന്നും കാന്തപുരം ശക്തമായി മുഷാവറയിൽ പ്രതികരിച്ചു. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ പറയുന്നത്, സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ കഴിഞ്ഞുപോയ സകലമാന പ്രമേയങ്ങളും തിരുത്തിയെഴുതണം, ഫത്വകൾ തിരുത്തിയെഴുതണം, പ്രമേയങ്ങൾ തിരുത്തിയെഴുതണം, തീരുമാനങ്ങൾ തിരുത്തിയെഴുതണമെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി തന്നെ ശംസുൽ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സുബ്ഹുൽ അസീസ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹം മുഷാവറയിൽ ആവശ്യപ്പെട്ടത്രേ. ആവശ്യപ്പെടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദം അനുസരിച്ച് മുസ്ലിം ലീഗാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തിയിട്ട് സമസ്തയുടെ ചരിത്രവും തീരുമാനവും ഫത്വകളും തിരുത്തിയെഴുതാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി മുഷാവറയിൽ ശക്തമായി ആവശ്യപ്പെട്ടു. ശുദ്ധമായ കളവ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ മറുപക്ഷം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന അടിസ്ഥാനത്തിൽ പാസ്സാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹക്കിന് വേണ്ടി സ്ഥാപിച്ച ഈ സംഘടന ഹക്കിനതിൽ തീരുമാനമെടുക്കുകയാണ്. അള്ളാഹു ഇല്ലെന്ന് ഭൂരിപക്ഷം പറഞ്ഞാൽ അതാണോ ദീൻ? ഈ കസേരയിലേക്ക് ഞങ്ങളെ മടക്കല്ലേ എന്ന് പറഞ്ഞ് ഡാഷും അനുയായികളും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ശുദ്ധമായ കളവ്. 25 കൊല്ലം മുമ്പത്തെ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, 89 മുമ്പുള്ള കാലഘട്ടമെന്ന് വേണ്ട, ഈ 90 വർഷക്കാലത്തെ ചരിത്രം ഒരു പാർട്ടിയും സമസ്തയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, മഹാനായ ശംസുൽ ഇ കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ചരിത്രത്തിൽ സമസ്ത ഒരു ഫത്വ പോലും മാറ്റി എഴുതിയിട്ടില്ല, ചരിത്രത്തിൽ ഒരു പ്രമേയം പോലും പിൻവലിച്ചിട്ടില്ല, സമസ്തയിൽ ഒരു തീരുമാനം പോലും മാറ്റി എഴുതിയിട്ടില്ല. അങ്ങനെ മാറ്റി എഴുതിയെന്ന കള്ളക്കഥ മെനഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒന്നുപോലും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആളുകൾ തിരിച്ചറിയുന്നുണ്ട് സത്യം ആരുടെ കൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. സത്യം അള്ളാഹു കാണും, അല്പം കാത്തിരിക്കുക. കാന്തപുരം വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ തല്ലിപ്പിരിഞ്ഞ് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ സത്യം പ്രകടമാകും. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന അപേക്ഷയോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.